ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൂഗിൾ പേ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ഗൂഗിൾ പേ ആപ്പ് ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് ഗൂഗിൾ പേ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് ഗൂഗിൾ പേ എന്നുള്ളത്. അപ്പൊ ഇതിനെ കൊണ്ടുള്ള ഒരു കുഴപ്പം എന്താണെന്നറിയോ? ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്തു, ഷോപ്പിലേക്ക് പോകുന്നു. ഷോപ്പിലേക്ക് പോയിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ക്യാഷ് പേയ്മെന്റ് ചെയ്യാൻ നോക്കുന്ന നേരത്തായിരിക്കും മെസ്സേജ് കാണുക സെർവർ ഡൗൺ എന്നുള്ളത്. ആകെ പെട്ടുപോകും. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഇത് അനുഭവിച്ചിട്ടുണ്ടാവും. പേഴ്സണലി ഞാൻ തന്നെ ഇത് അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലംസ് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ പേയിൽ തന്നെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് ഒരു SBI ബാങ്കിന്റെ അക്കൗണ്ടാണ് അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർവർ ഡൗൺ ആകുന്നത് SBI ബാങ്കിന്റെ സെർവർ ആയിരിക്കും ഡൗൺ ആകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് കൂടാതെ 3 ബാങ്കിന്റെ കൂടി സെർവർ അതിൽ ഓപ്പൺ ആക്കി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ രണ്ടാമതായി നിങ്ങൾ കൊടുത്ത 3 സെർവറും ഡൗൺ ആണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ക്യാഷ് പേയ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അതിൽ തന്നെയുണ്ട്. അപ്പൊ 95% ആൾക്കാർക്കും ഈ ഓപ്ഷനെ കുറിച്ചുള്ള അറിവില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ ഫംഗ്ഷൻ ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ബെനിഫിറ്റ് എന്നറിയോ? നിങ്ങൾ എവിടെയും ഇതേപോലെ പേടില്ല. നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്യാഷ് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ക്രീൻ റെക്കോർഡിലേക്ക് തന്നെ പോകാം. അതിനായി നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഗൂഗിൾ പേ അക്കൗണ്ട് എന്ത് ചെയ്യുക, ഇവിടുന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിനു ശേഷം വരുന്ന ഇന്റർഫേസ് ഇതായിരിക്കും. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് മുകളിൽ റൈറ്റ് സൈഡിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണുന്നില്ല, നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം വരുന്ന ഇന്റർഫേസ് ഇതായിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ താഴെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, സെറ്റപ്പ് പേയ്മെന്റ് മെത്തേഡ് എന്നുള്ളത്. ഇതിൽ 3 ഓപ്ഷനുകളാണ് ഉള്ളത്. അതിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് എന്താക്കുക, സെലക്ട് ചെയ്യുക. ഇത് ഓപ്പൺ ആക്കുമ്പോൾ വരുന്ന ഇന്റർഫേസ് ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ബാങ്കുകൾ ഉണ്ടെങ്കിൽ അത് ഇവിടെ കാണിച്ചു തരും. ഞാൻ ഒറ്റ ബാങ്കേ ഇതിൽ ആഡ് ആക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മുകളിൽ കാണുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ബാങ്ക് മാത്രമാണ് ഞാൻ ആഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ SBI ബാങ്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഏത് ബാങ്കാണോ നിങ്ങൾ ആ ബാങ്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വരുന്ന ഇന്റർഫേസ് ഇതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത് മുകളിൽ കാണുന്ന മാനേജ് UPI IDs എന്നുള്ളതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഈ ഇന്റർഫേസിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ കാണുന്ന ഇന്റർഫേസിൽ ഈ ആരോ മാർക്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ 3 ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് 3 ബാങ്കിന്റെ ഐഡിയും സെർവറും നമ്മളുടെ SBI ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് ഇവിടെ തന്നെ മുകളിൽ വ്യക്തമായിട്ട് തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്, സ്മാർട്ട് റൂട്ടിംഗ് UPI IDs എന്നുള്ളത്. ആഡ് ഓൾ UPI IDs ടു റെഡ്യൂസ് പേയ്മെന്റ് ഫെയിലിയർ ഫോർ യുവർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ട്. നിങ്ങളുടെ സെർവർ ഡൗൺ ആകുന്ന സമയം ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, നിങ്ങൾ ആഡ് ആക്കിയിട്ടുള്ള ബാങ്കിന്റെ സെർവറിലേക്ക് നിങ്ങളുടെ സെർവർ പോകും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സെർവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ഉള്ളത് ഇപ്പോൾ 3 ബാങ്കിന്റെ സെർവറാണ്. ആക്സിസ് ബാങ്കിന്റെയും അതുപോലെ HDFC ബാങ്കിന്റെയും ICICI ബാങ്കിന്റെയും സെർവറാണ്. അപ്പോൾ ഈ ID നമ്മളുടെ SBI നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവിടെ ഒരു പുതിയ ഒരു ID ക്രിയേറ്റ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾക്ക് ഓരോരോ QR കോഡിനും ഓരോരോ ഐഡികളില്ല, അതേപോലത്തെ ഒരു പുതിയ ID അവിടെ വരും. അതുപോലെ HDFCന്റെയും നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതെന്ത് ചെയ്യും, ക്രിയേറ്റ് ആയിട്ട് വരും. ഓക്കെ, ഇതും വന്നു. അതിനുശേഷം മൂന്നാമത്തേതും ചെയ്യാം. കണ്ടോ, ഇപ്പോൾ 3 നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഇതിൽ ആഡ് ആക്കി കൊടുത്തു. അപ്പോൾ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ അത് തന്നെയാണ് അതിന്റെ ബാങ്ക് അക്കൗണ്ട്. ഇപ്പൊ എൻ്റെ SBI ആയതുകൊണ്ട് തന്നെ അത് SBI തന്നെയാണ്. പക്ഷേ അതിൽ നമ്മൾ 3 ബാങ്കിന്റെ സെർവർ കൂടി ആഡ് ആക്കി കൊടുത്തു. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾക്ക് ഇനി എന്തെങ്കിലും സെർവർ പ്രോബ്ലംസോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ സെർവറിലേക്ക് കയറി നമ്മളുടെ പേയ്മെന്റ് സുഗമമായിട്ട് നടത്താൻ വേണ്ടി സാധിക്കും. ഇനി ഇപ്പോൾ ആഡ് ചെയ്ത ID നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആക്കേണ്ട ഓപ്ഷനും ഇതിൽ തന്നെയുണ്ട്. നിങ്ങൾ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 3 ഓപ്ഷൻ കാണിക്കും. ഒന്ന് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ഷോ QR കോഡ്. നിങ്ങൾക്ക് ഇതിനായി പ്രത്യേകം QR കോഡ് തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് QR കോഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം താഴെ കാണുന്ന ഡിലീറ്റ് ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പിന്നെ വരുന്ന ഇന്റർഫേസ് ഇതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, താഴെയുള്ള ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തായി, നിങ്ങളുടെ ആക്സിസ് ബാങ്കിന്റെ അക്കൗണ്ട് എന്ത് ചെയ്തു, നിങ്ങൾ ഡിലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് സെർവറിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. അതുപോലെ നിങ്ങൾക്ക് രണ്ടാമത്തെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കുക, ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ കണ്ടോ, ഇതുപോലെ നിങ്ങൾക്ക് 3 ചെയ്യാം. 3 ഇതുപോലെ ഡിലീറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 3 ഡിലീറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സെർവർ മാത്രം മതിയെങ്കിൽ, ഏതെങ്കിലും ആക്സിസ് ബാങ്കിന്റെയോ HDFC ബാങ്കിന്റെയോ ICICI ബാങ്കിന്റെയോ ഏതെങ്കിലും ഒരു സെർവർ മാത്രം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ആക്കി വെക്കുക. ഇനി നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ തന്നെ എല്ലാം ആഡ് ആക്കണമെന്നുണ്ടെങ്കിൽ മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ആഡ് ഓളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക.
ഇപ്പം കണ്ടോ, നിങ്ങളുടെ ഈ 3 ഓപ്ഷനിൽ നിങ്ങൾ ആഡ് ആയി. ഇനി നിങ്ങൾ ഇത് ആഡ് ആക്കിയതിന് ശേഷം നിങ്ങൾ ബാക്കോട്ട് പോവുക. 3 സെർവറും ഇപ്പോൾ ഓൺ ആക്കി വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെർവർ ഇല്ലെങ്കിൽ വേറൊരു സെർവർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 3 സെർവറും ഒറ്റ സമയം തന്നെ ഡൗൺ ആയാൽ എന്ത് ചെയ്യും? നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ല, അതും ഒരു ബുദ്ധിമുട്ടായി വരും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ താഴെ കാണുന്ന സെറ്റപ്പ് UPI ലൈറ്റ് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഇന്റർഫേസ് ഇതാണ്. ഇതിൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതിൽ എത്ര ക്യാഷ് ആണോ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഒരു 500 രൂപ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ആഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളോട് UPI പിൻ നമ്പർ ചോദിക്കും. അപ്പോൾ UPI പിൻ നമ്പർ നിങ്ങൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഡൺ കൊടുക്കുക. കണ്ടോ, അപ്പം ഡൺ കൊടുത്തതിന് ശേഷം വരുന്ന ഇന്റർഫേസ് ഇതാണ്. UPI ലൈറ്റ് ഈസ് റെഡി. 500 രൂപ എന്ത് ചെയ്തു? അതിൽ ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങളുടെ ഗൂഗിൾ പേയിൽ ചെയ്തു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ പേ ട്രാൻസാക്ഷൻ സമയത്ത് സെർവർ ഡൗൺ ആകുന്ന പ്രോബ്ലംസും അതുപോലെ ക്യാഷ് പേയ്മെന്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന പ്രോബ്ലം ഇതോടുകൂടി നിങ്ങൾക്ക് പരിഹരിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് പുതിയ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.